നിലമ്പൂർ ഇലക്ഷന് മുമ്പേ തന്നെ CPIയിലും CPMലും വലിയ തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. CPI നന്നായിട്ട് തന്നെ പിണറായി വിജയനെ ഉൾപ്പെടെ ഈ പറഞ്ഞോണം വിമർശിക്കുന്ന തരത്തിലായിരുന്നു. ഇപ്പം അത് കുറച്ചുകൂടെ ആക്കം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നടത്തിയ ഈ സമ്മേളനത്തിലും മീറ്റിങ്ങിലും ഒക്കെ എന്തൊക്കെയോ നിരവധി ഗൂഢമായ നീക്കങ്ങളും ഗൂഢമായ ആലോചനകളും നിരവധി വിമർശനങ്ങളും പിണറായിക്ക് നേരെ ഉതിർന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അല്ല, ഈ CPI പൊതുവെ അതൃപ്തരായിട്ടാണ് നിൽക്കുന്നത്. ഒന്നാമത്, ഈ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്നുള്ളത് CPI നന്നായി മനസ്സിലാക്കുന്നു. CPMനും അറിയാം. ഇവരാരും തന്നെ പൊതുവെ പറയത്തില്ലല്ലോ അതിനെക്കുറിച്ച്. പിണറായി അനുകൂല തരംഗമാണ് എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. അതിശക്തമായ പിണറായി വിരുദ്ധ തരംഗമുണ്ടെന്ന് CPI മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നിലമ്പൂരിൽ ഇത്രയും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചേലക്കര നടന്ന ഉപതെരഞ്ഞെടുപ്പിലും LDFന് ഭൂരിപക്ഷം കുറഞ്ഞു. അത് ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവായിട്ടാണ് കാണുന്നത്. അങ്ങനെ CPI അതൃപ്തരായിട്ട് നിൽക്കുമ്പോൾ, കാരണം CPIക്ക് ഇപ്പോൾ ഒരു സ്വന്തമായൊരു ശബ്ദമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കൂടുതൽ അതൃപ്തി ഉണ്ടായി അവർക്ക്. തൃശ്ശൂർ മണ്ഡലത്തിലെ തോൽവി, VS സുനിൽകുമാറാണ് അവിടെ മത്സരിച്ചത്, LDFൻ്റെ സ്ഥാനാർത്ഥി. BJPയുടെ സുരേഷ് ഗോപി, കോൺഗ്രസിൻ്റെ മുരളീധരനുമായിരുന്നു. സുനിൽകുമാറിന് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു VS സുനിൽകുമാർ. അപ്പോൾ സുനിൽകുമാറിന് വലിയ അംഗീകാരമുണ്ടായിരുന്നു. പൊതുവെ CPIയുടേതായ ഒരു മണ്ഡലവുമാണ് തൃശ്ശൂർ. ഈ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ശക്തി കുറഞ്ഞു വരുന്ന അവസരത്തിലും കേരളത്തിൽ നിന്നുള്ള ഈ ഒരു MP ആണ് ഉണ്ടായിരുന്നത് CPIയുടെ. അങ്ങനെ CPIക്കൊരു മേൽവിലാസം ഉണ്ടായിരുന്ന ഇടമായിരുന്നു തൃശ്ശൂർ. ആ തൃശ്ശൂർ എങ്ങനെ പോയി BJPയുടെ കൈകളിലേക്ക്? CPMും BJPയും തമ്മിലുള്ള വലിയ അന്തർധാര പറയുന്നുണ്ടല്ലോ, വലിയ കൂട്ടുകെട്ട്. തൃശ്ശൂർ പൂരം കലക്കിക്കൊടുത്തു. ഈ കലക്കിക്കൊടുത്തത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയാണ് എന്നും പറയുന്നുണ്ട്. ഇത്തവണയും സുരേഷ് ഗോപി പിണറായി വിജയനെ ഈ അടുത്ത സമയത്ത് അഭിനന്ദിച്ചില്ല, തൃശ്ശൂർ പൂരം നന്നായി നടത്തി തന്നതിനെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതിനകത്തൂടെ പലതും ജനങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ CPMകാരൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഈ CPI സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ. കേരളത്തിലെ ലോക്സഭയിൽ 4 മണ്ഡലങ്ങളാണ് CPIക്ക് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരവും മാവേലിക്കരയും തൃശ്ശൂരും വയനാടും. ഇതിൽ 3 മണ്ഡലങ്ങൾ സ്റ്റാർ മണ്ഡലമാണ്. തിരുവനന്തപുരം, വയനാട്, തൃശ്ശൂർ. ഈ വയനാടും തൃശ്ശൂരും സ്റ്റാർ മണ്ഡലമായി മാറിയത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാൻ വന്നതുകൊണ്ടാണ്. തൃശ്ശൂർ സ്റ്റാർ മണ്ഡലമായത് സുരേഷ് ഗോപി അവിടെ ഇറങ്ങി BJPക്ക് വലിയ ഒരു സ്വാധീനം ഉറപ്പിച്ചതുകൊണ്ടാണ്. തിരുവനന്തപുരം സ്റ്റാർ മണ്ഡലം ആയി നിൽക്കുന്നത് BJP വിജയത്തോടടുത്ത് നിൽക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലവുമാണ്. കോൺഗ്രസ് ആണ് കുറേ കാലമായിട്ട് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നൊന്നുള്ളത് മാവേലിക്കരയാണ്. അപ്പോൾ ഈ CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടത്ത് CPMൻ്റെ പ്രവർത്തകരുണ്ടാകത്തില്ല. അവർ തൊട്ടടുത്തുള്ള അവരുടെ പ്രസ്റ്റീജ് മണ്ഡലത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. ഇപ്പോൾ പന്നിയൻ രവീന്ദ്രൻ്റെ തിരുവനന്തപുരത്ത് 3ാം സ്ഥാനത്തേക്കല്ലേ പോയത്? വളരെ ദയനീയമായ പരാജയമല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPIയെ പൊതുവെ CPM തളർത്തിയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വൻമരത്തിൻ്റെ കീഴിൽ ചെറിയ മരങ്ങൾക്ക് വളരാൻ പറ്റില്ല, പ്രയാസമാണ്, അതിൻ്റെ വളർച്ച മുരടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് CPM എന്ന് പറയുന്ന വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ CPI എന്ന് പറയുന്ന ചെറുമരത്തിന് വളരാൻ കഴിയുന്നില്ല. CPIയിലെ നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സംശുദ്ധമായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. കോൺഗ്രസ്സുകാരുമായിട്ട് ഒന്നിച്ച് ഭരണത്തിലിരുന്ന കാലമുണ്ടല്ലോ, C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ. ഏറ്റവും വളരെ സംശുദ്ധനായുള്ള മനുഷ്യനാണ് C അച്യുതമേനോൻ.
PK വാസുദേവൻ നായർ, പന്ന്യൻ രവീന്ദ്രൻ, MN ഗോവിന്ദൻ നായർ, അങ്ങനെ KV സുരേന്ദ്രനാഥ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആളാണ്. CPIക്കാരെല്ലാം തന്നെ ബുദ്ധിമാന്മാരെ, പിന്നെ ഒരു കളങ്കവും ഏശാത്തവരാണ്. അഴിമതി എന്ന് പറയുന്ന ഒന്ന് ലെവലേശമില്ലാത്തതാണ്. അച്യുതമേനോനൊക്കെ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടും താഴേക്കിടയിൽ വന്ന് സാധാരണ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരാളായിരുന്നു. മുഖ്യമന്ത്രി പദമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ പോയിട്ട് അദ്ദേഹം വൈകുന്നേരം അവിടെ തേക്കിൻകാട് മൈതാനത്തൊക്കെ വന്നിരിക്കുമായിരുന്നു. തേക്കിൻകാട് മൈതാനം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ വൈകുന്നേരങ്ങളിലെല്ലാം ഇരുന്ന് നിറയും. അവിടെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പ്രായമായവരും ചെറുപ്പക്കാരും ഒക്കെ. തൃശ്ശൂരിൻ്റെ ലാൻഡ്മാർക്കാണ് തേക്കിൻകാട് മൈതാനം എന്ന് പറയുന്നത്. റൗണ്ട്, തൃശ്ശൂർ റൗണ്ട്. അവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞു. അച്യുതമേനോനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അച്യുതമേനോൻ്റെ, ഞാനിത് വെറുതെ പറയുന്നതല്ല, അച്യുതമേനോൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. വൈകുന്നേരം തേക്കിൻകാട് മൈതാനത്ത് പോയിരുന്നു, ഇന്നാരിന്നാര് കൂടുണ്ടായിരുന്നു, തിരികെ വരുന്ന വഴി 1 കിലോ ഓറഞ്ചും വാങ്ങിച്ചു വന്നു എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അങ്ങനെ നോക്കേ, മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തമ്പാനൂർ എന്ന് KSRTC ബസ്സിൽ കയറിയാണ് അദ്ദേഹം തൃശ്ശൂർക്ക് പോയത്. ഇത് നമുക്ക് വേറെ ആർക്ക് കാണാൻ കഴിയും? CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്ത് പന്ന്യൻ രവീന്ദ്രൻ, അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പോകുന്നത് വളരെ വില കൂടിയ ഇന്നോവ കാറിൽ. പിന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ്റെ അവസരത്തിൽ താഴെ, പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ താഴെ MN സ്മാരകത്തിൽ നിന്ന് പതുക്കെ നടന്നു കയറി തട്ടുകടയിലും ചായയൊക്കെ കുടിച്ച് കണ്ട ബുക്ക് സ്റ്റാളിലൊക്കെ കയറി പുസ്തകങ്ങളും ഒക്കെ കണ്ട് സാധാരണക്കാരോട് ലോഹ്യമൊക്കെ പറഞ്ഞാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റ് മുമ്പിൽ അവിടെ വന്ന് അവിടുത്തെ കടകളിലൊക്കെ നിന്ന് വർത്തമാനം പറഞ്ഞ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ള. ഈ അതേ അവസരത്തിൽ തന്നെ പിണറായി വിജയൻ പോകുന്നത് ഇന്നോവയിൽ മലന്നടിച്ച് കിടന്നുമാണ് പോകുന്നത്. അപ്പോൾ 2 പാർട്ടിയുടെ അന്തരമാണ് ഞാൻ പറയുന്നത്. മറ്റൊരു സമ്പന്നതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. ഈ CPM പല സമയത്തും ചവിട്ടിക്കൂട്ടിയിട്ടേക്കുകയാണ്. ഈ MM മണി തന്നെ CPIയെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾക്ക് കേരളത്തിൽ എവിടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചു കാണിക്കാമോ? ഡൽഹിയിൽ കഴിയുന്ന ആനി രാജയെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? പിന്നെ CPIയുടെ MM മണി നിയമസഭയിൽ വനിതകൾക്കെതിരായിട്ട് എന്തോ സംസാരിച്ച അവസരത്തിൽ അതിനെ എതിർത്തുകൊണ്ട് ആനി രാജ പറയുകയുണ്ട്. നിലമ്പൂർ ഇലക്ഷനിലും MV ഗോവിന്ദന്റെ RSS പരാമർശമൊക്കെയാണ് വലിയ RSS പരാമർശത്തിലും അതിന് വലിയ രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങോട്ട് CPM ഇങ്ങനെ ഒരു പോര് ഇതിനകത്തുള്ളുണ്ട്, പുറത്തവർ പറയുന്നില്ലെങ്കിലും ഇങ്ങനെ തുടങ്ങിയാലോ ഒരു പക്ഷേ CPM എന്ന് വേർവിടാൻ സാധ്യതയില്ല അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. കാരണം അവർ സാർ പറയുന്നത് അടിച്ചമർത്തിയിട്ടേക്കുവാണ്, ഒരു രക്ഷയുമില്ലാത്ത തരത്തിൽ അടിച്ചമർത്തിയിട്ടേക്കും. CPI എങ്ങോട്ട് പോകും? UDF പോകും അല്ലേ? UDFിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണത്തിനൊന്നും ഒരു കുറവൊന്നുമില്ല. പക്ഷേ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്ന ലീഗാണ്. ലീഗിന് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. ലീഗിനും താഴെ നിൽക്കേണ്ടി വരും. 1-2 മന്ത്രി പദമോ 7-8 നിയമസഭാ സീറ്റോ ഉണ്ടോ ഒതുങ്ങേണ്ടി വരും. അങ്ങനെ അവിടെ പോയാലും ഇത് തന്നെ ആയിരിക്കും ഗതി എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ LDF വിട്ട് UDFിലേക്ക് പോകാനായിട്ട് ഒരിക്കലും തയ്യാറാകത്തില്ല എന്നുള്ളതാണ്. കാരണം UDFിൻ്റെ സ്ഥിതി നമുക്കറിയാം, അടുത്ത ഒരു തവണത്തേക്ക് കൂടി എന്നുള്ള രീതിയിലായിരിക്കും, പിന്നെ മാറിപ്പോകും. അടുത്ത 2026 ഏറിയാൽ അത് കഴിയുമ്പോഴത്തേക്ക് BJP ഇവിടെ സ്പേസ് ഉണ്ടാക്കും. അതിനിടയ്ക്ക് CPMഉം കേരളത്തിൽ തകർന്നു പോകും. CPM തകരുന്തോറും CPIയും താഴേക്ക് പോകും എന്നുള്ളതാണ്. CPIയിലെ വമ്പന്മാരും പ്രഗത്ഭന്മാരും ബുദ്ധിമാന്മാരുമായിട്ടുള്ളവരെല്ലാം പോയി, അവർ ഈ ഭൂമിയിലില്ല. ഇപ്പോഴുള്ളത് ബിനോയ് വിശ്വമൊന്നും പിന്നെ പഴയ CPI സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒന്നും അടുക്കലെത്തത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ CPM ഇല്ലാതാകുമ്പോൾ അതിനും മുമ്പേ ഇല്ലാതാകും CPI. CPIക്ക് ഇനി എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. UDFിലേക്ക് പോയാലും ഇതേ ഗതി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്.